കുട്ടികൾക്ക് MMR വാക്സിൻ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴത്തെ സിനാറിയോയിൽ അത് തീർച്ചയായും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ് സെറ്റപ്പിൽ MR വാക്സിനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. MR എന്ന് പറഞ്ഞാൽ മീസിൽസ് ആൻഡ് റുബല്ല പ്രൊട്ടക്ഷനുള്ള വാക്സിനാണ്. മീസിൽസും റുബല്ലയ്ക്കും എതിരെയുള്ള വാക്സിനാണ്. അതിൽ MMR അതായത് മംസ് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ മംസ് കൂടി വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായും MMR വാക്സിൻ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾക്കറിയാം ഈ അസുഖം ഒരുപക്ഷെ ഈ കുട്ടികളിൽ ഇപ്പോൾ കൂടുതലുള്ളത് കൊണ്ടാവാം, കുട്ടികളിൽ വാക്സിനേഷൻ ഇല്ലാത്തത് കൊണ്ടാവാം അഡൽട്സിൽ കാര്യമായിട്ട് അസുഖം ഉണ്ടാവുന്നുണ്ട്. ഒരു ഷിഫ്റ്റ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. റൈറ്റിലേക്ക് ഒരു ഷിഫ്റ്റ്, അഡൽട്സിലേക്ക് ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു അസുഖം കുറഞ്ഞു കിട്ടാനും കൂടി കുട്ടികളിൽ വാക്സിനേഷൻ കൊടുക്കുന്നതിൻ്റെ ആവശ്യകതയുണ്ട്. കുട്ടികൾക്ക് വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അസുഖം കുറയുമ്പോൾ നാച്ചുറലി അഡൽട്സിലേക്കുള്ള ഇൻഫെക്ഷൻ കുറയാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയുടെ സാർവത്രിക വാക്സിനേഷൻ പദ്ധതി അതായത് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ MMR ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഒരുപക്ഷെ രണ്ട് കാരണം ഉണ്ടാവാം. ഒന്ന്, മംസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മീസിൽസിനെയോ റുബല്ലയോ വെച്ച് നോക്കുമ്പോൾ ഒരു പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് എപ്പോഴും ഗവൺമെൻറ് എടുക്കുമ്പോൾ ഒരു കാര്യം അവർ പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസും കൂടെ നോക്കണം. അങ്ങനെ ഒരു പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് മംസിനില്ല. കാരണം മീസിൽസ് വന്ന് ഏകദേശം 50,000-ഓളം കുട്ടികളാണ് ഒരു വർഷം തന്നെ ഇന്ത്യയിൽ മരണപ്പെടുന്നത്. റുബല്ല ആണെങ്കിൽ കുട്ടികളിൽ നിന്ന് ഗർഭിണികൾക്ക് കിട്ടിയാൽ ഗർഭിണികൾ അവരുടെ പ്രസവം ശേഷം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി വൈകല്യങ്ങൾ, സീരിയസ് ആയിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാകുന്ന ഹാർട്ടിനും ചെവിക്കും കണ്ണിനൊക്കെ വൈകല്യങ്ങൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമാന്യവും സവിശേഷതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് മംസിന് ഇല്ല. മംസ് കൊണ്ട് വരുന്നില്ല എന്നല്ല, മംസ് ഗർഭിണികൾക്ക് വന്നാൽ കുട്ടികൾക്ക് കുഴപ്പങ്ങൾ ഹൈഡ്രോകെഫാലസ് ഒക്കെ വരാം. സ്റ്റിൽ റുബല്ല പോലെ അത്രയ്ക്കൊരു സീരിയസ് കോംപ്ലിക്കേഷൻസ് വരുന്നില്ല. അപ്പോൾ ഒരു കാരണം ഈ പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ടാവാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വാക്സിന് പകരം 3 വാക്സിൻ കൊടുക്കുക എന്നുള്ളത് ഒരു ഫിനാൻഷ്യൽ ബർഡനാണ്. അപ്പോൾ അതും കൂടെ ഒഴിവാക്കാനായിരിക്കാം ഗവൺമെൻറ് ഇത് ഉൾപ്പെടുത്താത്തത്. പക്ഷേ എത്രയും പെട്ടെന്ന് അത് ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വാക്സിനേഷൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ മീസിൽസിനെയോ റുബല്ലയോ പോലെ 1 ഡോസോ 2 ഡോസോ കൊണ്ട് പ്രൊട്ടക്ഷൻ, 1 ഡോസ് കൊണ്ട് എന്തായാലും മംസിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതും വാസ്തവമാണ്. മീസിൽസ് ആണെങ്കിൽ 9 മാസത്തെ കുട്ടികൾക്ക് 9-10 മാസത്തെ കുട്ടികൾക്ക് 1 ഡോസ് കൊടുത്താൽ തന്നെ ഒരു 90%ഓളം എന്തായാലും 80%-ന് മേളിൽ പ്രൊട്ടക്ഷൻ കാണുന്നുണ്ട്, സീറോ കൺവേർഷൻ കാണുന്നുണ്ട്. റുബല്ല ആണെങ്കിൽ 1 ഡോസ് എടുക്കുമ്പോൾ തന്നെ ഒരു 90%-ലധികവും സീറോ കൺവേർഷൻ, 98%ഓളം തന്നെ സീറോ കൺവേർഷൻ കാണുന്നുണ്ട്. എന്നാൽ മുണ്ടുനീരിൻ്റെ വാക്സിൻ 1 ഡോസ് എടുത്താൽ ചില സ്റ്റഡീസ് 55 to 75 ആണ് പറയുന്നത്, ചില സ്റ്റഡീസ് 30, 60 to 90 പറയുന്നുണ്ടെങ്കിലും പൊതുവെ സീറോ കൺവേർഷൻ റേറ്റ് കുറവാണ് മീസിൽസ് വാക്സിൻ 1 ഡോസ് മംസ് വാക്സിൻ 1 ഡോസ് എടുക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ 2 ഡോസെങ്കിലും മംസ് വാക്സിൻ കുട്ടികൾക്ക് കിട്ടിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ കുട്ടികൾക്ക് കിട്ടുകയുമുള്ളൂ. നമ്മുടെ IAP ഷെഡ്യൂൾ, ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ്, അതുകൊണ്ട് തന്നെ 3 ഡോസ് MMR ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. അവർ 10 മാസത്തിൽ 1 ഡോസ് കൊടുക്കുന്നു, 12 to 16 മന്ത്സിൽ അടുത്ത ഡോസ് കൊടുക്കുന്നു, പിന്നെ ബിഫോർ സ്കൂൾ എൻട്രി 4 to 6 വയസ്സിനുള്ളിൽ അടുത്ത ഡോസ് കൊടുക്കുന്നു. അങ്ങനെ 3 ഡോസ് MMR കൊടുക്കുന്നതിലൂടെ കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ സാധ്യമാവുന്നുണ്ട്. പിന്നെ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, ഈ MMR വാക്സിൻ അതിനൊരു അപ്പർ ഏജ് ലിമിറ്റ് ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് 2 ഡോസ് MR ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾ എടുത്തെങ്കിൽ പോലും നമുക്ക് MMR വാക്സിൻ ഒരു മാസം കഴിഞ്ഞിട്ട് തന്നെ അടുത്ത ഡോസ് MMR വാക്സിൻ കൊടുക്കാവുന്നതാണ്. നമുക്ക് അത്ര ടെൻഷനുണ്ട്, നമ്മുടെ കുട്ടിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ഡോസ് MR എടുത്തു എങ്കിൽ പോലും 1 മാസം കഴിഞ്ഞ് തന്നെ എടുക്കാം. പക്ഷേ കുറച്ചുകൂടെ സേഫായിട്ട് നല്ല ആൻറ്റിബോഡി റെസ്പോൺസ് കിട്ടുവാൻ വേണ്ടി ഒരു 3 മന്ത്സ് കഴിഞ്ഞിട്ട് 1 ഡോസ് MMRഉം പിന്നെ ഒരു 3 മന്ത്സ് കഴിഞ്ഞിട്ട് 1 ഡോസ് MMRഉം കൂടെ വേണമെങ്കിൽ കൊടുത്തിട്ട് നമ്മുടെ കൊച്ചിനെ സുരക്ഷിതരാക്കാവുന്നതാണ് നമുക്ക്. മംസ് വാക്സിൻ എടുത്താൽ വേണമെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം പനി വരാം കൊച്ചിന്. അത് വാക്സിൻ എടുത്തതിൻ്റെ പിറ്റേ ദിവസമായിട്ട് മിക്ക വാക്സിനുകളെയും പോലെ വേണമെങ്കിൽ വരാം. പിന്നെ വാക്സിൻ്റെ ഒരു ഇഫക്റ്റായിട്ട് ഒരാഴ്ചയെല്ലാം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉമിനീർഗ്രന്ഥി പെരോട്ടിഡ് ഗ്ലാൻഡിൽ ഒരു ചെറിയ വീക്കം പോലെയോ ചെറിയ പനിയോ ചെറിയ തലവേദനയോ ഒക്കെ വേണമെങ്കിൽ വരാവുന്നതാണ്. പക്ഷെ അതെല്ലാം വാക്സിൻ്റേതായതുകൊണ്ട് ഒരു മൈൽഡായിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കാം. പിന്നെ ഈ വാക്സിന് ഒരു അപ്പർ ലിമിറ്റ് ഒന്നും നമ്മൾ പറയുന്നില്ല. ഈ വാക്സിന് വലിയ സൈഡ് ഇഫക്ട്സും
പറയുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി, പിന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്, അതായത് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കും, പിന്നെ സ്റ്റിറോയിഡ് കൂടുതലായിട്ട് 2 ആഴ്ചയിൽ കൂടുതൽ സ്റ്റിറോയിഡ് എടുക്കുന്നവർക്കും, ക്യാൻസർ പോലുള്ള രോഗികൾക്കും, പിന്നെ HIV ഒക്കെ ബാധിതരായിട്ട് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ട് അവരുടെ പ്രതിരോധശേഷി നഷ്ടപ്പെട്ടിട്ടുള്ള HIV രോഗബാധിതർക്ക്, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ വാക്സിൻ എടുക്കണ്ട എന്ന് നമ്മൾ പറയുന്നുള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു HIV അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ക്യാൻസർ ഒക്കെ വന്നിട്ട് പ്രതിരോധശേഷി നഷ്ടപ്പെട്ട ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീട്ടിൽ ഈ വാക്സിൻ കൊടുക്കുന്നതും, ഒരു കുഞ്ഞിന് വാക്സിൻ കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് അസുഖം കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തടസ്സം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പിന്നെ നമ്മൾ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ് എല്ലാം റിസീവ് ചെയ്ത്, ഇമ്മ്യൂണോഗ്ലോബുലിൻ എല്ലാം റിസീവ് ചെയ്താൽ ഒരു 3 തൊട്ട് 11 മാസത്തിന് ശേഷമേ ഈ വാക്സിൻ എടുക്കാവൂ. അല്ലാതെ വലിയ ഒരു കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒന്നും ഈ വാക്സിൻ നമ്മൾ പറയുന്നില്ല.